നവകേരള നിർമ്മാണത്തിന് ആവേശകരമായ പുതിയ ഒരു കുതിപ്പ് നൽകാൻ തക്കത്തിലുള്ള ഇടപെടലാണ് ഈ വർഷത്തെ പൊതു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ പൊതു ബഡ്ജറ്റ് എന്ന് ഞാൻ പറയും. എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അനുവിന് നോക്കിയാൽ കാണാം എല്ലാ മേഖലയിലും നല്ല രീതിയിലുള്ള പുരോഗമനത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയില്, കായിക മേഖലയില്. വിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞു, അത് ഓക്കെ. അതിൽ തന്നെ വരുന്ന ഒരു വർഗം പട്ടികജാതി പട്ടികവർഗം, അവർക്ക് ഒരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു, അത് വെട്ടിക്കുറച്ചു. അതിന് എന്താണ് പറയാനുള്ളത്? അനുവിന് നോക്കിയാൽ കാണാം നമ്മുടെ ഈ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു 8 വർഷത്തിന്റെ ഇടയിൽ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള ഒരു പുരോഗതി അനുവിന് അത് നോക്കിയാൽ കാണാൻ കഴിയും. സ്മാർട്ട് ക്ലാസുകൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം പദ്ധതി. ഇപ്പൊ ഈ ബഡ്ജറ്റിൽ തന്നെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. സൗജന്യ യൂണിഫോം ബഡ്ജറ്റിൽ യൂണിഫോം പദ്ധതിയും എല്ലാം വന്നു. അതെല്ലാം സൗജന്യ യൂണിഫോം പദ്ധതി. ഇപ്പോഴും കുട്ടികൾക്ക് സൗജന്യമായി തന്നെയാണ് യൂണിഫോം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ധാരണയുണ്ടോ താങ്കൾക്ക്? എല്ലായിടത്തും കിട്ടുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണം തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത രീതിയിൽ സ്മാർട്ട് ക്ലാസുകൾ, അവരുടെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റം. ഇപ്പോൾ നമുക്ക് ഈ ഇടയ്ക്ക് തന്നെ കാണാൻ കഴിയുന്നു, അങ്കണവാടിയിൽ ബിരിയാണി വേണമെന്ന് പറഞ്ഞ ഒരു കുട്ടിയെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ ആലോചനയിലും ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ ശിശുക്ഷേമ വകുപ്പ് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയൊക്കെ മുന്നോട്ട് പൊക്കോണ്ട് ഇരിക്കുകയാണ്. അതിന് കുറച്ചുകൂടി ആർജവം നൽകുന്ന രീതിയിലാണ് ഈ നമ്മുടെ ബഡ്ജറ്റ്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ഉച്ചഭക്ഷണ പദ്ധതി, സ്കൂളുകളിൽ സ്മാർട്ട് കമ്പ്യൂട്ടറിംഗ് കേന്ദ്രം, സൗജന്യ യൂണിഫോം പദ്ധതി, ഇത് കൂടാതെ അധ്യാപകർക്കുള്ള ശമ്പളം, അതിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ എന്താണ് ബഡ്ജറ്റിൽ ഒരുപാട് പേരുടെ ശമ്പളം, അതുപോലെ സാധാരണക്കാർക്കുള്ള ശമ്പളം, അതായത് KSRTC ആയാലും ജീവനക്കാരായാലും അവരുടെ ശമ്പളത്തിലായാലും പെൻഷനിലായാലും ക്ഷേമ പെൻഷനിലായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബഡ്ജറ്റില് അതൊന്നും വന്നിട്ടില്ല. ഈ ക്ഷേമ പെൻഷന്റെ കാര്യം ബഡ്ജറ്റ് നോക്കിയാൽ അതിലൊന്നും കാണാൻ കഴിയില്ല. എനിക്ക് പറയാൻ അവസരം തരും. സാധാരണക്കാർക്ക് ഇതായിട്ടുള്ള ഭൂനികുതി ഒറ്റയടിക്ക് 50% ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ശമ്പളം കൊടുപ്പില്ല, പെൻഷൻ ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇതെങ്ങനെ കൊണ്ടുപോകും മുന്നോട്ട്? ഞാൻ പറയുന്നത് കേൾക്കുവാനു. നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ കാണാൻ കഴിയും. ഈ ബഡ്ജറ്റിൽ പറയുന്നുണ്ട്, പുറത്തോട്ട് വിദേശത്ത് പോയ എനിക്ക് പറയാൻ അവസരം തരുന്നില്ല. ഞാൻ പറയട്ടെ, കേരളത്തിൽ നിന്നാണ് പുറത്തോട്ട് പോകുന്നത്. ഞാനത് പറയട്ടെ. കേരളത്തിൽ നിന്നും പുറത്തോട്ട് പോയ കുട്ടികളെ തുടർ പഠനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി അവരെ തിരിച്ചു കൊണ്ടുവരും എന്ന. എന്നിട്ടും നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കഴിയും പുതിയ പഠനങ്ങൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളില്ലല്ലോ. അത് എന്തുകൊണ്ടാണ്? അത് കുട്ടികളുടെ താല്പര്യം മാറിപ്പോയി. സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അനു വഴിതെറ്റി പോവുകയാണ്. അനു ബഡ്ജറ്റിനെ കുറിച്ചായിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. നമ്മൾ രാഷ്ട്രീയത്തെ പറ്റിയല്ല, നമ്മൾ ബഡ്ജറ്റിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നമ്മുടെ മുണ്ടക്കയില് ചൂരൽമലയിലെ ദുരന്തത്തിന് ശേഷം നമ്മുടെ കേന്ദ്ര സർക്കാർ എന്ത് സഹായമാണ് വയനാടിന് ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ച ചോദ്യം അതല്ല. ഞാൻ ചോദിക്കുന്നത് വയനാടിന് എന്ത് സഹായമാണ് കേന്ദ്ര സർക്കാർ നൽകിയത്? അതാണ് പറയുന്നത്. ഒരുപാടോളം പൈസ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടി. അതിന്റെ കണക്ക് അതിന്റെ കണക്കൊക്കെ വ്യക്തമാണ്. കേന്ദ്ര സർക്കാർ ഒരിക്കലുമല്ല. അതിന്റെയൊക്കെ കണക്ക് വ്യക്തമാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ കേന്ദ്ര സർക്കാർ കേരളത്തെ തടയുന്നതാണ്. നമ്മുടെ എഴുത്തുകാരനായ പത്മനാഭൻ തന്നെ ചോദിക്കുകയുണ്ടായി, ഇന്ത്യയിലാണോ കേരളം എന്നുള്ളത്. ഇന്ത്യയിലാണോ കേരളം എന്നുള്ളത് എല്ലാ മലയാളികളുടെയും സംശയമാണ്. ഇന്ത്യയിലാണോ കേരളം? ഇതിനും കൂടി എത്ര ലക്ഷത്തോളം കണക്കാണ് സംസ്ഥാനം കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ശവസംസ്കാരം നടത്തുന്നതിനും വളരെ വലിയ കണക്കാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അടുത്ത് ഒരു ചോദ്യം ഉന്നയിച്ചു. നിങ്ങൾ പിന്നോക്കമാണോ എന്ന് നിങ്ങൾ നിങ്ങൾ പിന്നിലാണെന്ന് പറയാൻ നമ്മൾ ധനസഹായം. അതിലൊരു കാര്യമുണ്ട്, സംസ്ഥാനത്തെ ഒരുപാട് ഒരുപാട് മുന്നിലാണ്. അപ്പൊ ആ പൈസയൊക്കെ കേന്ദ്രം കൊടുക്കേണ്ട കാര്യമുണ്ട്.
അനു തന്നെ സമ്മതിക്കാണ് കേരളം മുന്നിലാണെന്ന്. അനു തന്നെ സമ്മതിക്കാണ്. അതാണ് ഞാൻ പറയുന്നത്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ബഡ്ജറ്റ് മാത്രമല്ല, അപേക്ഷിച്ച് കേരളം മുന്നോട്ടാണ്. അപ്പം പിന്നെ കേരളം ആ പൈസ കേരളത്തിന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? എന്തുകൊണ്ടില്ല? കേരളം മുന്നിലാണ്. കാരണം കേന്ദ്ര സർക്കാർ തരേണ്ട സഹായം തരാതെ പിന്നെ അതിന്റെ ആവശ്യം എന്താണ്? പിന്നെ എന്തിനാണ് കേന്ദ്രം ഭരിക്കുന്നത്? പിന്നെ എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ പിന്നെ കേരളത്തിന് മറ്റൊരു രാജ്യമായിട്ടങ്ങ് പ്രഖ്യാപിക്കുക നിങ്ങള്. അല്ല, ഇത് എന്ത് ഹാസ്യമാണ് ഈ കുട്ടി പറയുന്നത് ഇവിടെ ഇരുന്ന്? ഞാൻ ചോദിക്കട്ടെ കേരളം മുന്നോട്ടാണെന്ന് പറഞ്ഞ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ബഡ്ജറ്റിൽ ബീഹാറിന് വാരിക്കോരി കൊടുക്കുകയാണ്. ഇവരുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ഇലക്ഷൻ വരുന്നുണ്ട്, അതിന്റെ മുന്നോടിയായിട്ട് ബീഹാറിന് ഞാൻ ചോദിക്കട്ടെ ബി ജെ പിക്ക് കേരളത്തിൽ അവസരമില്ലാത്ത ഇലക്ഷനില് BJP കയറി കഴിഞ്ഞു. അടുത്ത ഇലക്ഷന് വരുവോ ഇല്ലയോ എന്ന് ആര് കണ്ടു? അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് തൃശ്ശൂരിലെ ജനങ്ങൾ ഇപ്പൊ അതിന് എന്തുവാ ഖേദിച്ചുകൊണ്ട് നടക്കുകയാണ്. അത് വിടട്ടെ. നമ്മളിവിടെ ബഡ്ജറ്റിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, വയനാട്ടില് കേന്ദ്ര സർക്കാരിന് എന്ത് സഹായമാണ് നൽകാൻ വയനാട്ടിലെ കൃത്യമായി കാണിക്കട്ടെ, അല്ല, രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്. നമ്മുടെ വയനാട് ദുരന്തം നടന്നപ്പോൾ നമ്മുടെ ക്യാമ്പുകളിൽ പ്രധാനമന്ത്രി വന്ന് സന്ദർശനം നടത്തി. അവിടെ വന്ന് ഒരുപാട് അഭിനയങ്ങൾ കാഴ്ചവെച്ചിട്ട് പ്രധാനമന്ത്രി പോവുകയും ചെയ്തു. ഇതുവരെയും ഒരു ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സഹായം വയനാട്ടിൽ നിന്ന് അവര് പറഞ്ഞല്ലോ, ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിന് പൈസ ഇല്ല, അത് കുട്ടികളിൽ നിന്ന് പിരിക്കാൻ പറഞ്ഞു. അതെന്തുകൊണ്ട്? ഇപ്പൊ ഈ നിയമങ്ങളെല്ലാം പറഞ്ഞാൽ മാത്രം പോരാ, അല്ലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ മാത്രം പോരാ, സാധാരണക്കാർക്ക് കിട്ടുന്ന രീതിയിലും കൂടി കൊണ്ടുവരണം. അനു ഈ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, എല്ലാം ബഡ്ജറ്റിൽ പറയുന്നത് എല്ലാം, അല്ലെങ്കിൽ ഇവർ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നു എന്നതിന് സ്വന്തം പൈസ കുട്ടികളെ പഠിപ്പിക്കേണ്ടേ, കുട്ടികൾക്ക് അവസരം തരൂ. ഒന്നുകിൽ അനു പറയൂ, അല്ലെങ്കിൽ എനിക്ക് അവസരം തരൂ. ഈ ബഡ്ജറ്റിൽ, ഈ പറഞ്ഞ ബഡ്ജറ്റുകളിൽ ഇവർ പ്രഖ്യാപിക്കുന്നതെല്ലാം നടപ്പിലാക്കുന്നു എന്നതിന് ഉദാഹരണമാണ് നമുക്ക് കിട്ടിയ തുടർ ഭരണം. അപ്പൊ തുടർ ഭരണത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് കേരളത്തിൽ അത് ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമുക്ക് തുടർ ഭരണം ലഭിച്ചത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ യാതൊരു തരത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റം. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റങ്ങൾ, ഇത്രയും ഹൈടെക് ആയിട്ടുള്ള ക്ലാസ് മുറികൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ഈ അടുത്ത് നടന്ന കലോത്സവം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. യാതൊരു ഈ കഴിഞ്ഞ കലോത്സവം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. യാതൊരു തരത്തിലും പരാതികൾ ഇല്ലാത്ത ഒരു കലോത്സവമാണ് നടന്നു വന്നത്. നിങ്ങൾക്ക് ഈ മുന്നത്തെ കലോത്സവങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, കുട്ടികൾക്ക് കിടക്കാൻ ഭക്ഷണമില്ല. കഴിഞ്ഞ കലോത്സവം നിങ്ങളാണല്ലോ നടത്തിയത്. അല്ലല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, നമ്മുടെ UDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് നമ്മുടെ കലോത്സവങ്ങൾ നടന്ന രീതി എങ്ങനെയാണെന്ന് നമ്മുടെ കുട്ടികൾക്കും അറിയാം. അല്ല, ഞാൻ അനു രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ബഡ്ജറ്റിലേക്ക് വരാം. അല്ല, ഞാൻ ബഡ്ജറ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. കാരണം സർക്കാർ പറയുന്നതും ധനമന്ത്രി പറഞ്ഞതിനെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. കലോത്സവ വേദികളിൽ മുന്നേ UDF ഭരിച്ചിരുന്ന കാലത്ത് കുട്ടികൾക്ക് കിടക്കാൻ സ്ഥലമില്ലായിരുന്നു, കഴിക്കാൻ ഭക്ഷണമില്ലായിരുന്നു, മത്സരങ്ങൾ നടക്കാനുള്ള. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടി നടത്തിയ യൂണിവേഴ്സിറ്റി കലോത്സവം കഴിഞ്ഞ വർഷം എന്തായിരുന്നു? യൂണിവേഴ്സിറ്റി കലോത്സവം അമ്പലപ്പുഴയിൽ വെച്ചിട്ട്. അല്ല, ഞാൻ പറയട്ടെ, യൂണിവേഴ്സിറ്റിയിൽ നടന്ന കാര്യങ്ങൾ നമുക്കറിയാം. SFI പ്രവർത്തകനെ വളഞ്ഞിട്ട് ആക്രമിച്ച KSU പ്രവർത്തകരുടെ വീഡിയോ നമ്മൾ കണ്ടതാണ്. അതാ ഞാൻ പറയുന്നത്. ഈ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, ആംബുലൻസിൽ കയറിയിരുന്ന നുമ്മ സേഫ് ആണെന്ന് പറഞ്ഞ KSU പ്രവർത്തകരാണ് കേരളത്തിലുള്ളത്. നുമ്മ സേഫ് ആണെന്ന് ഒരു SFI പ്രവർത്തകനെ വളഞ്ഞിട്ട് ഇരുമ്പ് വടി കൊണ്ടും ആക്രമിച്ച വീഡിയോ എല്ലാം നമ്മൾ കണ്ടിട്ടും മാധ്യമ വിദ്യാർത്ഥിനിയല്ലേ ആരും മാധ്യമ പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് വെറും SFI KSU സംഘർഷമാണെന്ന് മുൻനിര മാധ്യമ പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SFI KSU ആ ഒരു പാർട്ടിയുടെ പേരിൽ നിൽക്കുമ്പോൾ അത് എന്തുകൊണ്ടും SFI KSU. ഞാൻ ചോദിക്കട്ടെ, കലോത്സവത്തിന്റെ ആ ഒരു സാഹചര്യം അനു കണ്ടായിരുന്നോ? കാരണം 10-12 മണിക്കൂറാണ് വിദ്യാർത്ഥിനികൾ ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ പറ്റാതെ ഒരിടത്തിരുന്നത്. അപ്പൊ ഞാൻ അതിനെ
തന്നെ ചോദ്യം ചെയ്ത SFI പ്രവർത്തകരെ എല്ലാം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വളഞ്ഞിട്ട് ആക്രമിച്ച KSU പ്രവർത്തകരാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അക്രമ രാഷ്ട്രീയം എന്നിട്ട് തിരിച്ചുവിടാൻ എളുപ്പമാണല്ലോ SFIക്ക് നേരെ തിരിച്ചുവിടാൻ. കാരണം മാധ്യമ ധർമ്മം എന്താണെന്ന് നമുക്കറിയാം. ബഡ്ജറ്റിലേക്ക് വരാം, തീർച്ചയായിട്ടും ബഡ്ജറ്റിലേക്ക് വരാം. ഇത് കൂടാതെ കായിക മേഖലയ്ക്ക് ഒരുപാട് തരത്തിലുള്ള മേഖലയ്ക്ക് പുരോഗതി ഉണ്ട് കൊടുത്തു എന്ന് പറയുന്നു. കേരളത്തിൽ എത്ര കായിക താരങ്ങളുണ്ട്? അവരുടെയൊക്കെ ഞാൻ പറയട്ടെ അല്ല, കായിക മേഖലയിൽ നമ്മുടെ കായിക താരങ്ങൾ കേരളത്തില് കായിക മേഖലയിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കായിക താരങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. നമ്മുടെ എത്ര കായിക താരങ്ങളിലാണ് കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളുണ്ട്? അനുവിനത് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. നമ്മുടെ കായിക താരങ്ങൾ എല്ലാ തരത്തിലുള്ള സ്പോർട്സ് കൗൺസിൽ ഹോസ്റ്റലുകളിലും ഭക്ഷണക്രമങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. പോഷകാഹാരങ്ങൾ അവർക്ക് വേണ്ടതെല്ലാം സൗജന്യമായിട്ടും എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ അത് അവരുടെ സൗകര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം അത് ഹോസ്റ്റലിൽ പോയി നിങ്ങൾക്ക് സന്ദർശിച്ച് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എല്ലാ തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും കേന്ദ്ര സർക്കാർ തടയുന്നുള്ളതും കേന്ദ്ര സർക്കാർ എങ്ങനെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ തടഞ്ഞിട്ടുണ്ടെന്നും മലയാളികൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ വാർഷിക പൊതു ബഡ്ജറ്റ് എങ്ങനെയൊക്കെ സഹായകരമാണെന്ന് നമ്മുടെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്.